മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പി. ഏക്നാഥ് ഷിൻഡെ സർക്കാരിൽ ചേരുന്നതിൽ കടുംപിടുത്തം തുടരുന്നതാണ് സർക്കാർ രൂപീകരണം പൂർത്തിയാകാത്തത്. മഹായുതി സഖ്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണവുമായി ബി.ജെ.പി. മുന്നോട്ടു പോകുന്നുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ കടുംപിടുത്തമാണ് മഹായുതി സർക്കാരിന് തലവേദനയാകുന്നത്. അതിനിടെ നിയമസഭയിലേക്ക് വിജയിച്ച ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗം നാളെ നടക്കും. നിലവിലെ മുഖ്യമന്ത്രിയായ ഷിൻഡെ ബി.ജെ.പി. രൂപീകരിക്കുന്ന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാകാൻ വിസമ്മതിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. മകൻ ശ്രീനാഥ് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം ബി.ജെ.പി. തള്ളി. ആഭ്യന്തരം, നഗരവികസനം എന്നീ വകുപ്പുകൾ നൽകണമെന്നും ഷിൻഡെ ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഏക്നാഥ് ഷിൻഡെ നാട്ടിലേക്ക് മടങ്ങിയെന്ന് നേതാക്കൾ പറയുന്നു. എന്നാൽ വകുപ്പ് വിഭജനത്തിലെ ബി.ജെ.പിയുടെ അതൃപ്തി ശിവസേന നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും വലിയ പാർട്ടിയെന്ന തരത്തിലാണ് ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നത്. രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് ആഭ്യന്തരം, ധനകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ വിട്ടുനൽകണമെന്നാണ് ആവശ്യം. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന തീയതി ശിവസേനയുമായി കൂടിയാലോചിക്കാതെയാണ് ബി.ജെ.പി. പ്രഖ്യാപിച്ചതെന്നും ആരോപണമുണ്ട്. വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.